സ്വാമി ശരണം. ഞാൻ സുകുമാരൻ. ഈ ക്ഷേത്രത്തിലെ ഊരാളനാണ്. കാരയ്ക്കൽ തറവാട്ടിലെ ഊരായ്മയാണ് ഈ ക്ഷേത്രത്തിന്. പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാന കാനന ക്ഷേത്രമാണ് കൈരിയാട് ശ്രീ ഓടുപാറ അയ്യപ്പ ക്ഷേത്രം. കലിയുഗവരതനായ അയ്യപ്പസ്വാമിയുടെ നിറഞ്ഞ സാന്നിധ്യമുള്ള ഈ ക്ഷേത്രത്തിന് ദേവപ്രശ്ന ദർശനപ്രകാരം 400 വർഷത്തിലധികം പഴക്കമുണ്ട്. മലമുകളിൽ സ്ഥിതി ചെയ്യുന്നതും പ്രശാന്തവും പ്രകൃതിരമണീയവുമായ ഈ അയ്യപ്പ ക്ഷേത്രം ഭക്തരുടെ മനസ്സിലേക്ക് ശാന്തിയും സമാധാനവും ചൊരിയുന്നു. ഇവിടെ എല്ലാ കാലത്തും വെള്ളം ലഭിക്കുന്ന ഒരു തീർത്ഥക്കിണറും അതിന് സമീപത്ത് പഴമയേറെ അവകാശപ്പെടുന്ന ഒരു അരളിമരവും ഇന്നും നിലവിലുണ്ട്. കാരയ്ക്കൽ തറവാട്ടുകാരനവരും പരമഭക്തരുമായിരുന്ന സ്വാമിയാർ തൻ്റെ വാർദ്ധക്യ സഹജമായ അസുഖനിമിത്തം വർഷം തോറുമുള്ള ശബരിമല ദർശനം മുടങ്ങിയ സാഹചര്യത്തിൽ ഭഗവത് ദർശനത്തിന് സാധിക്കാതെ വന്നതിൽ മനോവ്യഥ പൂണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് 40 ദിവസം വ്രതനിഷ്ഠയോടെ ഭജനമിരുന്നുവെന്നും അദ്ദേഹത്തിന് ഇവിടെ വെച്ച് 41-ാം ദിവസം അയ്യപ്പസ്വാമി ദർശനം നൽകിയെന്നുമാണ് പഴമക്കാർ പറയുന്നത്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം വിഗ്രഹത്തിൽ നെയ്യഭിഷേകം നടത്തുകയും സ്വാമിയാരുടെ അസുഖങ്ങളെല്ലാം ഭേദമാവുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു അത്രേ. അതിനുശേഷം അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് വളരെ കാലം ഭഗവാനെ ഭജിച്ചിരുന്നുവെന്നും വനത്തിലുണ്ടായിരുന്ന വന്യമൃഗങ്ങൾ അദ്ദേഹവുമായി ഇണങ്ങിയിരുന്നുവെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തുള്ള തീർത്ഥക്കിണറിൽ നിന്ന് തീർത്ഥജലം ശേഖരിച്ചായിരുന്നു അത്രേ അദ്ദേഹം അന്ന് പൂജാതി കർമ്മങ്ങൾ ചെയ്തിരുന്നത്. തറവാട്ടിലെ മറ്റൊരു കാരണവരായിരുന്ന കുമാരൻ നായർ വളരെ കാലം ഈ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സ്വാമിയുടെ അനുഗ്രഹം നേടി അയ്യപ്പസ്വാമിയുടെ വെളിച്ചപ്പാടായി അയ്യപ്പൻ വിളക്കുകൾ നടത്തിവരികയും ചെയ്തിരുന്നു. പിന്നീട് വളരെ കാലം ജീർണാവസ്ഥയിലായിരുന്ന ഈ ക്ഷേത്രം 2016-ൽ പ്രസിദ്ധ തച്ചുശാസ്ത്ര വിദഗ്ധനായ ബ്രഹ്മശ്രീ കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാടിൻ്റെ മേൽനോട്ടത്തിൽ പുതുക്കിപ്പണിയുകയും 2017-ൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേറമ്പറ്റ തൃക്കാരമണ്ണമന സുധീഷ് ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. കലിയുഗവരതനായ അയ്യപ്പസ്വാമിക്ക് പ്രത്യേക പൂജാവിധികളോടെയാണ് നിത്യവും വിവിധ വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. ഇതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വഴിപാടാണ് കാര്യസാധ്യ മഹാപുഷ്പാഞ്ജലി. എല്ലാ മലയാള മാസത്തിലെയും 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും ശനിയാഴ്ചകളിലാണ് ഇത് നടത്തിവരുന്നത്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായും വിവാഹം, ഉദ്യോഗം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയും ഗ്രഹദോഷ ശാന്തിയും സഫലമായി കാണുന്നതായി അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. നെയ്യഭിഷേകം, നീരാജനം, കളഭാഭിഷേകം, ഉദയാസ്തമന പൂജ, എള്ളുതിരി, അന്നദാനം തുടങ്ങിയവയും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ മണ്ഡലപൂജാ മഹോത്സവം, മകരവിളക്ക് മഹോത്സവം, പ്രതിഷ്ഠാദിനം എന്നിവയാണ്. വൃശ്ചികം 1 മുതൽ 40 ദിവസം ഭക്തരുടെ വഴിപാടായി ചുറ്റുവിളക്കും, 41-ാം ദിവസം മണ്ഡലപൂജയോടനുബന്ധിച്ച് ഗണപതി ഹോമം, സഹസ്രാർച്ചന, നെയ്യഭിഷേകം, കളഭാഭിഷേകം, ത്രികാലപൂജ തുടങ്ങിയവയും നടത്തിവരുന്നു. മകരവിളക്ക് മഹോത്സവവും പ്രതിഷ്ഠാദിനവും ഒരേ ദിവസമാണ്. മകരസംക്രമ ദിനം അന്നേ ദിവസം അതിരാവിലെ മുതൽ പ്രത്യേക പൂജകളും ഉത്സവാഘോഷങ്ങളും, ഉച്ചയ്ക്ക് അന്നദാനവും വൈകുന്നേരം സഹസ്രദീപം തെളിയിക്കലും മറ്റും ഉണ്ടായിരിക്കും. ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർക്ക് മാലയിടുന്നതിനും കെട്ടുനിറയ്ക്കുന്നതിനും ആവശ്യമായ സൗകര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ ലഭ്യമാണ്. ശബരിമല ദർശനത്തിന് സാധ്യമാവാതെ വിഷമിക്കുന്ന ഭക്തർക്ക് ഈ ക്ഷേത്ര ദർശനം മോക്ഷദായകമാണെന്ന് ദേവപ്രശ്ന വിധിപ്രകാരം കാണുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ കാര്യസാധ്യ മഹാപുഷ്പാഞ്ജലിയും നെയ്യഭിഷേകവും അന്നദാനവുമാണ്. എല്ലാ മലയാള മാസത്തിലെയും 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും ശനിയാഴ്ചകളിലാണ് കാര്യസാധ്യ മഹാപുഷ്പാഞ്ജലി പൂജ നടത്തിവരുന്നത്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായും വിവാഹം, ഉദ്യോഗം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയും ഗ്രഹദോഷ ശാന്തിയും സഫലമായി കാണുന്നതായി അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. കാര്യസാധ്യ മഹാപുഷ്പാഞ്ജലി പൂജ നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മുൻകൂട്ടി ചീട്ടാക്കുന്നവർക്ക് മാത്രമേ കാര്യസാധ്യ മഹാപുഷ്പാഞ്ജലി പൂജ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. വഴിപാട് കഴിക്കുന്നവർ അന്നേ ദിവസം മത്സ്യ മാംസാഹാരങ്ങളും ലഹരി വസ്തുക്കളും കർശനമായി വർജിക്കേണ്ടതാണ്.
രാവിലെ 8:45 മണി മുതൽക്കാണ് കാര്യസാധ്യ മഹാപുഷ്പാഞ്ജലി പൂജയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. വഴിപാട് കഴിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ കാലും മുഖവും ശുദ്ധമാക്കി പേര് വിളിക്കുന്ന മുറയ്ക്ക് ക്ഷേത്രനടയിൽ വന്ന് നെയ്വിളക്ക് കൊളുത്തി സോപാനത്തിൽ സമർപ്പിക്കേണ്ടതാണ്. തുടർന്ന് ഉദ്ദേശിക്കുന്ന കാര്യസാധ്യ നിവൃത്തിക്കായി മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തി പുരസ്സരം കാണിക്ക വഞ്ചിയിൽ ഭഗവാനുള്ള കാണിക്ക സമർപ്പിക്കണം. കാണിക്കയായി പണം, സ്വർണം, വെള്ളി തുടങ്ങിയവ പട്ടുതുണിയിൽ പൊതിഞ്ഞോ കിഴികെട്ടിയോ സമർപ്പിക്കുന്നത് ഫലപ്രാപ്തിക്ക് ഉത്തമമാണെന്ന് ദേവപ്രശ്ന വിധിപ്രകാരം കാണുന്നു. കാണിക്ക സമർപ്പണത്തിന് ശേഷം ക്ഷേത്രം ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് തൊഴുതു പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാവരുടെയും നെയ്വിളക്ക് സമർപ്പണത്തിനും കാണിക്ക സമർപ്പണത്തിനും ക്ഷേത്ര പ്രദക്ഷിണത്തിനും ശേഷം കാര്യസാധ്യ മഹാപുഷ്പാഞ്ജലി പൂജയ്ക്കായി ക്ഷേത്രനട അടയ്ക്കുന്നതാണ്. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഈ പൂജാസമയത്ത് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ ഈ മൂലമന്ത്രം ഉരുവിടുന്നത് ഉത്തമമാണ്. പൂജ സമാപിക്കുമ്പോൾ കർപ്പൂരാരതിയോടെ ക്ഷേത്രനട തുറക്കുന്നതാണ്. തുടർന്ന് മേൽശാന്തി എല്ലാവർക്കും പ്രസാദം വിതരണം ചെയ്യുന്നതാണ്. എല്ലാവരും മേൽശാന്തിക്ക് ദക്ഷിണ സമർപ്പിച്ച് പ്രസാദം ഏറ്റുവാങ്ങിയതിനു ശേഷം ക്ഷേത്രം 3 പ്രാവശ്യം കൂടി പ്രദക്ഷിണം വെച്ച് തൊഴുത് പ്രാർത്ഥിക്കേണ്ടതാണ്. അതിനുശേഷം ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങാണ്. ഈ സമയത്ത് എല്ലാവരും ക്ഷേത്രനടയിൽ തൊഴുതു നിന്ന് ഉദ്ദേശിക്കുന്ന കാര്യസാധ്യ നിവൃത്തിക്കായി ഭക്തി പുരസ്സരം പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹം ഏറ്റുവാങ്ങേണ്ടതാണ്. അതിനുശേഷം ക്ഷേത്രത്തിലെ പ്രസാദ വിതരണ കൗണ്ടറിൽ നിന്ന് കാര്യസാധ്യ മഹാപുഷ്പാഞ്ജലി പൂജയുടെ പായസം കൈപ്പറ്റാവുന്നതാണ്. തുടർന്നുള്ള മാസങ്ങളിൽ മുടങ്ങാതെ കാര്യസാധ്യ മഹാപുഷ്പാഞ്ജലി പൂജ നടത്താൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേര് ബുക്ക് ചെയ്യേണ്ടതാണ്. കാര്യസാധ്യ മഹാപുഷ്പാഞ്ജലി പൂജ നടത്തിയതിനു ശേഷം കാര്യസിദ്ധി കൈവരിച്ചവർ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഇഷ്ട വഴിപാടുകളായ നെയ്യഭിഷേകവും അന്നദാനവും നടത്തുന്നത് ഉത്തമമാണ്. ശബരിമല യാത്ര ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്ന ഭക്തർ ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നത് തുല്യ ഫലം ചെയ്യുമെന്ന് ദേവപ്രശ്ന വിധിപ്രകാരം കാണുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ക്ഷേത്രം ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ 9544011020. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാവിലെ 9 മണി വരെ ക്ഷേത്രനട തുറക്കുന്നതാണ്. വൃശ്ചികം 1 മുതൽ 41 ദിവസം, അതായത് മണ്ഡലകാലത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ക്ഷേത്രനട തുറക്കുന്നതായിരിക്കും. എൻ്റെ പേര് AP സത്യപാലൻ. ഈ ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റിയുടെ രക്ഷാധികാരിയാണ്. നിരവധി വർഷമായി ഈ കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങോട്ട് വരാനുള്ള വഴി നമ്മുടെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വാണിയംകുളം വല്ലപ്പുഴ റോഡ് ടച്ച് ചെയ്യുകയും ബലത്തുവാടും RVLP സ്കൂളിൽ നിന്ന് 700 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്ര നടയിലെത്തുന്നതാണ്. അതുപോലെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാലും തന്നെ 13 കിലോമീറ്റർ കഴിഞ്ഞാൽ ബലത്തുവാടം RVLP സ്കൂളിൻ്റെ അവിടെ എത്താവുന്നതാണ്. ഇവിടെ വരുന്ന ഭക്തർക്കെല്ലാം തന്നെ നമുക്കറിയാം, ഇവിടെ സമീപ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഈ ഉയർന്ന സ്ഥലത്താണെങ്കിൽ കൂടി തന്നെ ഇവിടുന്ന് വരുന്ന ഭക്തന്മാർക്കെല്ലാം തന്നെ അവരുടെ മറ്റു സൗകര്യങ്ങളെല്ലാം തന്നെ നിറവേറ്റുന്നുള്ള ഭൗതിക സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് തീർച്ചയായും ഇവിടെ വരുന്ന ദൂരെ നിന്ന് വരുന്ന ഭക്തന്മാർക്കെല്ലാം തന്നെ ആശ്വാസകരമാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും 2017 ശേഷം പുനഃപ്രതിഷ്ഠ നടത്തിയതിന് ശേഷമാണ് ഇന്ന് ഈ ക്ഷേത്രം ഈ നിലയിലായിട്ടുള്ളത്. അതിൽ നമ്മുടെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരാളായിട്ടുള്ള കാരക്കൽ സുകുമാരൻ മാഷാണ്. സ്വാമി ശരണമയ്യപ്പ. ഞാൻ AP രാമൻ, ഈ ക്ഷേത്രത്തിലെ ആഘോഷ കമ്മിറ്റി ട്രഷററായി നിൽക്കുന്നു. പിന്നെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ് ഈ അയ്യപ്പ ക്ഷേത്രം. ഒരുപാട് കാലങ്ങളായി ഇതിൻ്റേതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലോട്ട് വരുന്നതായിട്ടുള്ള ഭക്തർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വരികയാണെങ്കിൽ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ ഇവിടെ വേമ്പലത്തുപാടം ബസ് സ്റ്റോപ്പിൽ നിന്നും ഇടതു ഭാഗത്തോട്ട് റോഡ് ഒരു 700 മീറ്റർ പോന്നു കഴിഞ്ഞാൽ അവിടെ ഓടുപാറ ശ്രീ അയ്യപ്പ ക്ഷേത്രം എന്ന് കാണാം. അതല്ല
ചെപ്പലശ്ശേരി വഴി വരുന്ന ആൾക്കാർക്ക് ചളവറ വന്നു കഴിഞ്ഞാൽ ചളവറയിൽ നിന്ന് നേരെ കൈലിയാട് സെൻട്രലിലേക്ക് വരുമ്പോൾ പഴയ വില്ലേജിൻ്റെ സ്റ്റോപ്പ് കാണാം. പഴയ വില്ലേജിൻ്റെ അവിടെ 1.5 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ നടയ്ക്ക് മുമ്പിൽ എത്താവുന്നതാണ്. എൻ്റെ പേര് കറുപ്പൻ. ഞാൻ ഈ ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. എൻ്റെ പേര് അജിത. ഞാനിവിടെ 2017 മുതൽ നമ്മുടെ ഓഫീസിൽ എല്ലാ ജോലികളും ചെയ്യും. ഞാൻ രമ്യ, ഇവിടുത്തെ സ്റ്റാഫാണ്. സ്വാമി ശരണമയ്യപ്പ. എൻ്റെ പേര് ശാന്ത. ഈ ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യുന്ന ആളാണ്. എൻ്റെ പേര് വിജയകുമാരൻ. ഞാൻ ഈ ഉത്സവ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്. എൻ്റെ പേര് ശാന്തകുമാരി. നമസ്കാരം, ഞാൻ ത്രിവിക്രമൻ നമ്പൂതിരി, മൂത്തയാട്ടുമനാണ്. ഈ അമ്പലത്തിലെ പുനഃപ്രതിഷ്ഠ തൊട്ട് ഇവിടെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലത്തിൽ തീർച്ചയായും വന്നു പെട്ടതാണ്. ഇപ്പോൾ ഇവിടെ സ്ഥിരം ശാന്തി പോലെയായി. പിന്നെ ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രധാന വഴിപാട് കാര്യസാധ്യമായ പുഷ്പാഞ്ജലിയാണ്. പിന്നെ നെയ്യഭിഷേകം, നെയ്വിളക്ക് അങ്ങനെ തുടങ്ങിയുള്ള മണ്ഡലകാലത്ത് 41 ദിവസം രാവിലെയും വൈകുന്നേരവും ഉണ്ട്. സാധാരണ ദിവസം രാവിലെ 7 തൊട്ട് 9 മണി വരെ, രാവിലെ വൈകുന്നേരം ഇല്ല. ഇവിടെ പണ്ട് ആ കാരണവര് അയ്യപ്പൻ്റെ ദർശനം കിട്ടിയിട്ട് നെയ്യഭിഷേകം നടത്തിയിട്ടുള്ള വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് കാര്യസാധ്യ മഹാപുഷ്പാഞ്ജലി ഒക്കെയുള്ള സമയത്ത് എല്ലാവരും തൊഴുതുകയും അവരുടെ കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നെയ്യഭിഷേകം നടത്തുകയും ചെയ്യും. ഇവിടെ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ പണ്ട് മുതൽക്കേ അയ്യപ്പസ്വാമിയുടെ ഈ ക്ഷേത്രത്തോട് ചേർന്ന് സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നു. 2 സർപ്പക്കാവാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ വലിയ ഒരു വിസ്തൃതിയുള്ള ഒരു ഏരിയയിലാണ് ഈ ക്ഷേത്രവും സർപ്പക്കാവൊക്കെ ഉണ്ടായിരുന്നത്. കാലക്രമേണ അത് രണ്ട് സ്ഥലമായി മാറി. അപ്പോൾ ആ സർപ്പക്കാവിൽ ആവശ്യമായിട്ടുള്ള പൂജകളോ ക്രിയകളോ ഒന്നും ഇല്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ പ്രശ്നവശാൽ ആ അയ്യപ്പസ്വാമിയോട് ചേർന്ന് തന്നെ ആ സർപ്പക്കാവ് ഇവിടെ സ്ഥാപിക്കണമെന്നും ഇവിടെ ആരാധന നടത്തണമെന്ന് കാണുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കഴിഞ്ഞ മെയ് മാസത്തിലെ സർപ്പക്കാവിലെ സർപ്പങ്ങളെ പ്രതിഷ്ഠിക്കുകയും എല്ലാ മാസത്തിലും ആയില്യം നാളിൽ ഇവിടെ ആയില്യ പൂജ, നാഗ പൂജ, അതുപോലെ തന്നെ നൂറുംപാലും, അതുപോലെ തന്നെ നാഗപുഷ്പാഞ്ജലി എന്നുള്ള വഴിപാടുകളൊക്കെ ചെയ്തു വരുന്നു. ശതാബ്ദങ്ങളായിട്ട് നിൽക്കുന്ന ഒരു അരളിമരാണത്. ഈ മരത്തിൻ്റെ
ഈ ഭാഗത്തേക്കൊക്കെയാണ് പണ്ട് കൊമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാലക്രമേണ ദ്രവിച്ചു പുതിയ കൊമ്പുകൾ ഉണ്ടായതാണ്. ഇപ്പോഴും അത് നമ്മൾ നശിപ്പിക്കാതെ നശിച്ചു പോവാതെ ഇവിടെ സംരക്ഷിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അരളിയോടും മരത്തോട് ചേർന്നിട്ട് തന്നെ ഒരു തീർത്ഥ കിണറുണ്ട്. ഈ തീർത്ഥ കിണറിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ആദ്യകാലങ്ങളിലൊക്കെ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ വേനൽക്കാലത്തും ഏത് വർഷവും എല്ലാ കാലത്തും ഈ കിണറ്റിലെ വെള്ളം ഉണ്ടായിരിക്കും. ഇത് മറ്റുള്ള ആവശ്യങ്ങൾക്കൊന്നും എടുക്കാറില്ല. തീർത്ഥ ജലം ആയിട്ട് തന്നെ ഞങ്ങൾ ഇത് പരിപാലിച്ചു വരികയാണ്. ഗുരുചരണ